അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ ദോശ ഇട്ടു, പക്ഷേ അത്ര ഷേപ്പ് ശരിയായില്ല. അതിനുശേഷം ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഞാനൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അത് കൊച്ചുള്ളിയില്ലേ, അത് മാത്രം തുവരയും കൂടി ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കലത്തേക്കായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ പൊടി ഇടുന്നതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും സാദാ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാറുണ്ട്. എന്നിട്ട് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കാൻ. അങ്ങനെ കുക്കറെല്ലാം അടുപ്പേ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സാമ്പാർ റെഡിയായി. അതിന് മുൻപ് മുട്ടയൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയും ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, ഗ്യാസിൻ്റെ ഇത് കൊണ്ടിട്ട്. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് കിട്ടി. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഒറ്റ വിസിൽ മതി കുക്കറിൽ വെന്ത് കിട്ടുമ്പം. അപ്പോൾ നല്ല ഇതായിട്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ട ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കെല്ലാവരും ഇത്ര പിശുക്കെന്താ കേട്ടോ. വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ആരും തരുന്നില്ല. അതെന്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു ലൈക്കും കമൻസും ഒക്കെ ഇട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആയാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടിട്ടില്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെ ആയാലും നമ്മൾ അവർക്കുള്ള ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇതുണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ മുട്ടയ്ക്കകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ, മറന്നു പോയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ആദ്യം ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് പുരട്ടി വെക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് വേറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഉപ്പിടാൻ ഞാൻ മറന്നു പോയെന്ന്. അപ്പോൾ ഉപ്പെടുത്തുകൊണ്ട് വന്നിട്ട് അതും ഒന്ന് ഇട്ടു. കുറച്ച് ഇട്ടുള്ളൂ, കാരണം ഇത് നമ്മളിന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാനെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വരും. അപ്പോൾ ഇത് ഞാൻ പുരട്ടി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. പുരട്ടി എന്നാണ് പറയുന്നത് എല്ലാവരും. അതിനിടയ്ക്ക് ഒരാൾ കടയിൽ പോയിട്ട് സിപ്പപ്പ് മേടിച്ചോണ്ട് വന്നു. സിപ്പപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി, പക്ഷേ ഈ സിപ്പപ്പ് നമുക്ക് പണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലായിരുന്നോ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് 90s അറിയാം. സിപ്പപ്പ് ഉണ്ടായിരുന്നു, പല കളർ ഫ്ലേവറിലുള്ളത് കിട്ടുമായിരുന്നല്ലോ. അതല്ല ഇത് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചിരകി, എന്തിനാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പം ഇത് കഴിഞ്ഞ് ഒരുത്തിയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, മാഗി നൂഡിൽസില്ലേ, അത് ചൂടുവെള്ളം തന്നെത്താനെ ഉണ്ടാക്കി തന്നെത്താൻ അതൊഴിച്ച് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ മിത്രക്കുട്ടിയെ അറിയാമല്ലോ, അവൾ തന്നെത്താൻ അതുണ്ടായി. അതിനകത്ത് സ്പൂണൊക്കെ എടുത്ത് ചൂടുവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് പേടിച്ച് പെയ്യെ എടുക്കാറുള്ളൂ. പിന്നെ ഞാനങ്ങനെ പേടിപ്പിച്ച് നിർത്താറില്ല, കൂടെ ഞാൻ നിൽക്കും. എന്നാൽ അവർ തന്നെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യണമല്ലോ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ല കൊണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അതിനുശേഷം ഞാൻ ഈ പാൻ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊരു സാധനം പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താ നമ്മുടെ മുട്ട. അപ്പോൾ അത് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടാണ് പാൻ വെച്ചിരിക്കുന്നത്. അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരയ്ക്കാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചുമ്മാ അത് പിടിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചൊക്കെ ഞാൻ അടുത്ത് ഇപ്പോണ്ടേ. അത് കഴിഞ്ഞ് അതിന് വേറൊരു പാൻ വെച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് അതിലോട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ അരപ്പ് ഒഴിച്ചിട്ട് ഇച്ചിരി ആ വെള്ളം കൂടി കലക്കി ഞാൻ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഒരു തക്കാളി എടുത്തോളൂ കേട്ടോ, ചെറിയ കഷ്ണമാക്കി. പിന്നെ ഒരു 4 മുളകും എടുത്തിട്ടുണ്ടായിരുന്നു. 4 എടുത്തില്ല, 3 എടുത്തുള്ളൂ, കാരണം ഇതിന് എരിവ് വരുമല്ലോ. അപ്പോൾ 3 എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുളകിന് എരിവ് കുറവാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അരിഞ്ഞാനിട്ടു. ഇച്ചിരി ഉപ്പും കൂടി, ഞാൻ ഉപ്പിൻ്റെ അരി മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇളക്കി വെച്ചു. അതിനുശേഷം ഞാനത് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്നിപ്പോൾ മനസ്സിലായോ, നമ്മുടെ മുട്ടയില്ലേ, മുട്ട ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഫ്രൈ ചെയ്ത് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഞാൻ ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടു കേട്ടോ. സാധാരണ മുട്ടക്കറി വെക്കത്തില്ല തേങ്ങ അരച്ച്, ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത മുട്ടയുടെ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഇച്ചിരി ചോറെടുത്തു കേട്ടോ. ചോറെടുത്തിട്ട് ഞാനത് വെറുതെ അത് കഴുകി കളയണ്ടാലെന്ന് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നന്നായിട്ട് ചോറിട്ട് പുരട്ടി എടുത്തിട്ട്, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പുരട്ടി എടുത്തിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ ഒരു ചെറിയ ചമ്മലുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പുരട്ടി, ആ അരപ്പ് മുഴുവൻ ഞാൻ പുരട്ടി കേട്ടോ. പുരട്ടി നല്ല ഒരു ഉരുളയാക്കി, നല്ല ബോൾ പോലാക്കി. നമ്മൾ പണ്ടൊക്കെ കഴിക്കാറുണ്ട്, ചട്ടിക്കകത്തൊക്കെ കഴിയുന്ന ഉരുളയാക്കി കഴിച്ചു.
സത്യം പറയാലോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. എന്ത് നമ്മൾ സാധനം അത് വെറുതെ നമ്മൾ കഴുകി കളയണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തപ്പോൾ അവർക്ക് വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ അത് കഴിച്ചതാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇടുന്നതിനൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചോറുണ്ണാനായിട്ട് പിള്ളേർക്കെല്ലാം ചോറ് വിളമ്പി. ഇന്നത്തെ ചോറിൻ്റെ കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് നമ്മുടെ സ്കൂളിലെ അത് ഇടയ്ക്കൊരു വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിലെയാണ്. അപ്പോൾ ആ ചോറും അതിലേക്ക് ഇച്ചിരി സാമ്പാറിൻ്റെ ഉള്ളി സാമ്പാർ, ഉള്ളി നല്ലപോലെ വെന്ത് പോയി കേട്ടോ. ഉള്ളി സാമ്പാർ, പിന്നെ നമ്മുടെ മുട്ടയുടെ കറി, പിന്നെ നാരങ്ങ, മറ്റേ കമ്പിളി നാരങ്ങയുടെ അച്ചാർ, ഇത് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ കണ്ണിമാങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാൻ എടുത്തില്ല. ഇത്രയും കൂടി ഇട്ട് ഉച്ചയ്ക്ക് നല്ല പോലെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ചോറുണ്ട് കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം ആയപ്പം നമ്മുടെ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ പോയി. കാരണം ഇന്ന് ആയില്യവും ഞായറാഴ്ചയും കൂടി വരുന്ന ദിവസമായതുകൊണ്ട് നന്നായിരിക്കും. ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഞാൻ. സത്യം പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. നമ്മളൊന്നും ചിന്തിക്കത്തില്ല. എന്തോ ഒരു സമാധാനം കിട്ടുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെയും നാഗരാജാവിൻ്റെ ആ നാഗങ്ങളുടെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. ഇത് അകത്ത് നിലവറയുടെ അവിടെയാണ് കേട്ടോ. അവിടെ അകത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. അവിടെ വിളക്ക് കത്തിച്ചിരിക്കുന്നത് ഞാൻ എടുത്ത്. അത് കഴിഞ്ഞ് നടുക്കൊരു കാവിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴിയുണ്ട്. സന്ധ്യാൻ്റെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയി അവിടെ എല്ലാം കണ്ട് തൊഴുതു. അകത്ത് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങോട്ട് ക്യാമറ എടുക്കാനൊക്കത്തില്ല, നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നല്ല, ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ മൈൻഡ് നമ്മൾ അവരോട് നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ മതി, ഭഗവാൻ എല്ലാം സാധിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.